ശ്രദ്ധ കൊണ്ടുപോകുന്നു വീണ്ടും എന്ന് വേണം മനസ്സിലാക്കാൻ. പൊട്ടിപ്പൊളിഞ്ഞു പോയ SIR എന്ന് വേണം പറയാൻ. രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് SIR-നെ കുറിച്ച് ബീഹാർ ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ്. അതിനുശേഷം വോട്ട് ചോരിയെ കുറിച്ച് ബീഹാർ ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ് രാഹുൽ ഗാന്ധി ഈ പ്രചരണത്തിൽ ഉടനീളം ശ്രമിച്ചത്. വോട്ട് ചോരി യാത്ര വലിയ പ്രകമ്പനം സൃഷ്ടിക്കുമോ എന്നത് എല്ലാവരും ഉറ്റുനോക്കുകയായിരുന്നു. അത് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി എന്ന് കോൺഗ്രസിന്റെ ഈ കണക്കുകൾ അതിലേക്ക് തന്നെ എത്തുന്നു. വോട്ടെണ്ണൽ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് ഈ പരാജയം അംഗീകരിച്ചിരുന്നു എന്നാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. ആയുധം വെച്ച് കീഴടങ്ങി കോൺഗ്രസ് എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് പ്രേക്ഷകരോട് കൃത്യമായി പറയാനുള്ളത്. അതായത് വോട്ടെണ്ണൽ ആരംഭിച്ച് 1 മണിക്കൂർ കഴിയുമ്പോഴേ കോൺഗ്രസ് പറയുന്നു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ NDAയെ വിജയിപ്പിച്ചത് എന്നുള്ളതാണ് വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട ആരോപണം. 3-2 ഭൂരിപക്ഷത്തിലേക്ക് ലീഡ് എത്തുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കാരണങ്ങൾ കണ്ടെത്തുക എന്നത് കോൺഗ്രസ് 11 സീറ്റുകളിലേക്ക് ചുരുങ്ങി എന്നുള്ളതാണ്. 19 സീറ്റുകളിൽ കഴിഞ്ഞ തവണ വിജയക്കൊടി പാറിക്കാൻ സാധിച്ച കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് RJDയെ അകറ്റി നിർത്തിയത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. RJD ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായപ്പോൾ ഒപ്പം മത്സരിച്ച കോൺഗ്രസിന് കൃത്യമായൊരു സീറ്റ് നില നേടാൻ സാധിച്ചിരുന്നുവെങ്കിൽ അധികാരത്തിന് ഒരു തർക്കമുണ്ടാകുമായിരുന്നില്ല, അധികാര പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ പിന്നീട് കണ്ടത് കോൺഗ്രസിന്റെ വലിയ മുന്നേറ്റം പ്രതീക്ഷിച്ചുള്ള നീക്കങ്ങൾ ആയിരുന്നു. പക്ഷേ അതും അമ്പെ പരാജയപ്പെടുന്നു. 1990-കൾ വരെ ബീഹാറിന്റെ രാഷ്ട്രീയത്തെ നിശ്ചയിച്ചിരുന്നത്, ബീഹാറിന്റെ അധികാരത്തെ നിശ്ചയിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു. ആ കോൺഗ്രസ് ഒരു തിരിച്ചുവരവിന് ശ്രമിച്ചു. പക്ഷേ തിരിച്ചുവരവിന് ഇനി ബാല്യമില്ല എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ് രേണുക. മാത്രവുമല്ല, മുഖ്യമന്ത്രിമാരെ മാറ്റി മാറ്റി പരീക്ഷിച്ച് ബീഹാറിന്റെ മണ്ണ് തങ്ങൾക്ക് അനുകൂലമാക്കി അല്ലാതാക്കി മാറ്റിയ കോൺഗ്രസിന്റെ തിരിച്ചുവരവിനുള്ള ഒരു സാഹചര്യം ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുമോ എന്ന് നോക്കിയതാണ്. രാഹുൽ ഗാന്ധിയുടെ ദേശീയ രാഷ്ട്രീയത്തിലൊക്കെയുള്ള വലിയ ഒരു കടന്നുവരവിന് ഇത് വഴിയൊരുക്കുമോ, ഈ വിജയം വഴിയൊരുക്കുമോ എന്നൊക്കെ നോക്കിയിരിക്കുന്നിടത്താണ് കോൺഗ്രസ് അമ്പെ പരാജയപ്പെടുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ പിന്നിലേക്ക് കോൺഗ്രസ് നിലംപതിക്കുന്നത്. KP, മാത്രവുമല്ല ഈ തെരഞ്ഞെടുപ്പിൽ പോലും സീറ്റ് വിഭജന സമയത്ത് പോലും കോൺഗ്രസ് അതിനൊരു തങ്ങളുടെ ശക്തി എന്താണെന്ന് തിരിച്ചറിയുകയോ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്തില്ല എന്നൊരു സാഹചര്യം കൂടി കാണണം. SIR ചർച്ചയാക്കുമ്പോൾ RJD അതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. അവർ ആ മണ്ണിൽ അതിന് ഫലപ്രാപ്തി എന്നത് കണ്ടെത്തിയതാണ്. പക്ഷേ അതൊന്നും കോൺഗ്രസ് മുഖവിലക്കെടുത്തില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതൊക്കെ ഇപ്പോൾ മുന്നണിയുടെ തന്നെ പരാജയത്തിലേക്ക് ആ സഖ്യത്തെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നതാണ് നമ്മൾ ബീഹാറിൽ കാണുന്നത്. എന്തായാലും തോൽവി കോൺഗ്രസ് തന്നെ സമ്മതിക്കുന്നു എന്നുള്ളതാണ് ഒരു പക്ഷെ പുരാതന ഇന്ത്യയുടെ പരിച്ഛേദമെന്ന് ഇപ്പോഴും മറ്റ് വലിയ മാർജിനിലേക്ക് 180, അതായത് എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് ഒന്നും എത്തിപ്പെടാനാകാത്ത തരത്തിലേക്ക് 180 സീറ്റുകൾക്ക് അപ്പുറത്തേക്ക് ഇപ്പോൾ 181 എന്ന നിലയിലേക്ക് NDAയുടെ വ്യക്തമായ മേൽക്കൈ, ആരും പ്രതീക്ഷിക്കാത്ത മുന്നേറ്റമാണ് NDA എത്തുമ്പോൾ അവിടെ RJDയുടെ ബലവും ക്ഷയിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. RJDയുടെ സീറ്റുകൾ 39ലേക്ക് താഴ്ന്നിരിക്കുന്നു എന്ന സാഹചര്യം കൂടിയുണ്ട്. RJDക്കും കളം പിടിക്കാനായിട്ടില്ല എന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. ഇത് എക്സിറ്റ് പോളുകൾ പോലും പ്രവചിച്ചതിനപ്പുറത്തേക്കുള്ള വിജയമായി NDA കൊണ്ടുപോവുകയാണ്. ബീഹാറിൽ 181 സീറ്റുകളിൽ NDA മുന്നിട്ട് നിൽക്കുന്നു ഇപ്പോൾ. അതായത് ഏത് മേഖല പരിശോധിച്ചാലും BJPയുടെയും JDUവിന്റെയും വലിയ മുന്നേറ്റമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നേരത്തെ വീഡിയോ വാളുമായി കിരൺ ആയിരുന്നു ചേർന്നിരുന്നത്. കിരൺ, അത് നമുക്കറിയാം, ഓരോ റീജൻ തിരിച്ചുകൊണ്ട് പരിശോധിച്ചാൽ പോലും വ്യക്തമായ മേൽക്കൈ, വ്യക്തമായ ഒരു മുന്നേറ്റം. മിഥില പോലെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള മേഖലകളാകട്ടെ, നഗര കേന്ദ്രീകൃതമായ മേഖലകളാകട്ടെ, ഗ്രാമപ്രദേശങ്ങളാകട്ടെ, അതിപ്പോൾ ഭോജ്പൂരും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പരിശോധിച്ചാൽ എവിടെയെങ്കിലും ഇന്ത്യ സഖ്യത്തിന് പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ തന്നെ പറയേണ്ടി വരും. അഭിലാഷ്, കഴിഞ്ഞ തവണ ഭോജ്പൂരിലൊക്കെ ആയിരുന്നു ഇന്ത്യ സഖ്യത്തിന് വലിയ മേൽക്കൈ ഉണ്ടായത്. മഗധയിലായിരുന്നു മേൽക്കൈ ഉണ്ടായത്. മറ്റ് 4 മേഖലകളിലും അവിടെ ആ തരത്തിലേക്ക് ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. മറ്റ് 4 മേഖലയിലും മേൽക്കൈ ഉണ്ടായിരുന്നു, വ്യക്തമായ മേൽക്കൈ ഉണ്ടായത് NDAയ്ക്കായിരുന്നു. ഇതാണ് ഇപ്പോഴത്തെ പിക്ചർ. കൃത്യമായി തന്നെ പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഓരോ മേഖലയിലെ ചിത്രം കൂടി ഒന്ന് പരിശോധിച്ച് കഴിക്കാം. ഭഗൽപൂരാണ്. ഭഗൽപൂർ കഴിഞ്ഞ തവണയും NDAയ്ക്ക് വലിയ മേൽക്കൈ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ആ ഭഗൽപൂരിൽ ഇത്തവണത്തെ ചിത്രം ഇങ്ങനെയാണ്. NDA 23, ഇന്ത്യ സഖ്യം 4ലേക്ക്. ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞ തവണ 8 സീറ്റുകൾ ഉണ്ടായിരുന്നു. NDAയ്ക്ക് അവിടെ ഉണ്ടായിരുന്നത് 19 സീറ്റ്. 19-8 എന്നതിൽ നിന്ന് അവർ തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതായിരിക്കുന്നു. 4-23 എന്ന നിലയിലേക്ക് NDA വലിയ കുതിച്ചുചാട്ടം നടന്നപ്പോൾ അവിടെ നേരെ പകുതിയിലേക്ക് 8-ൽ നിന്ന് 4ലേക്ക് ഇന്ത്യ സഖ്യത്തിന് താഴേണ്ടി വന്നു. അടുത്ത 2 മേഖലകൾ എന്ന് പറയുന്നത് ഭഗൽപൂർ കഴിഞ്ഞാൽ അടുത്ത 2 മേഖല ഭോജ്പൂരും മഗധുമാണ്. അത് രണ്ടും ഒരുമിച്ചെടുക്കാം. ഈ 2 മേഖലകളാണ് കഴിഞ്ഞ വർഷം 115 സീറ്റിലേക്ക് ഇന്ത്യ സഖ്യത്തെ എത്തിച്ചത്. ഇത് രണ്ടും ഏറ്റവും ഈ
ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് ഏറ്റവും ശക്തമായ മേഖലകളാണ്. പ്രത്യേകിച്ച് ഇത് UP-യുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളൊക്കെയാണ് കിടക്കുന്നത്. ഇവിടെയൊക്കെ വലിയ ശക്തിയായിരുന്നു. പക്ഷേ അവിടെ ഇത്തവണ NDAക്ക് 62 സീറ്റ്, ഇന്ത്യ മുന്നണിക്ക് 28 സീറ്റ്. NDA അധികമായി നേടിയത് 34 സീറ്റുകളാണ് എന്നത് ആലോചിക്കണം. ഇന്ത്യ സഖ്യത്തിന് നഷ്ടമായത് 36 സീറ്റുകളാണ്. 2 സീറ്റ് മറ്റ് ജൻസുരാജ് പാർട്ടിക്കാണ് 2 സീറ്റുകളുള്ളത്. എന്തായാലും ഏറ്റവും കഴിഞ്ഞ തവണ അന്തസ്സായി പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ അന്തസ്സുള്ള ഒരു പ്രതിപക്ഷമായി 125, 110 എന്ന കണക്കിലേക്ക് എത്താൻ സഹായിച്ച ഈ രണ്ട് സ്ഥലങ്ങളും ഭോജ്പൂർ ആയാലും മഗധ ആയാലും ഈ 2 സ്ഥലങ്ങളിലും ഇത്തവണ BJP-യുടെ JDU-ന്റെ വലിയൊരു തേരോട്ടം നടന്നിരിക്കുന്നു. അവിടെ നിന്ന് RJD-യുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് RJD-യുടെ എല്ലാ കാലത്തും RJD ഉറപ്പിച്ചു നിർത്തിയിരുന്ന മണ്ണിൽ നിന്ന് RJD ഏറെക്കുറെ അവരെ അടിച്ച് താഴെയിടാൻ കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അവർക്ക് 28 സീറ്റുകൾ, അപ്പോഴും അവർക്ക് 28. എന്നാൽ കഴിഞ്ഞ തവണ ഇതിൻ്റെ ഇരട്ടി 36 സീറ്റുകൾ കൂടി ചേർന്നായിരുന്നു എന്ന് ആലോചിക്കണം. അവിടെ നിന്ന് 28 സീറ്റുകളിലേക്കെങ്കിലും അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ, ഈ പറയുന്ന 50-60 സീറ്റുകളിലേക്കെങ്കിലും അവർക്ക് ജയിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ 70 സീറ്റുകൾ ജയിക്കാൻ കഴിയുന്നത് ഈ മേഖലയിൽ നിന്ന് മാത്രമാണ്. മറ്റൊരു മേഖലയിലും ഈ തരത്തിലുള്ള ഒരു മുന്നേറ്റമില്ല. നമുക്ക് മറ്റ് പ്രധാനപ്പെട്ട ചില മേഖലകൾ നോക്കാം. മിഥിലയാണ്. മിഥില കഴിഞ്ഞ തവണവും NDAക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലമാണ് മിഥില. മിഥിലയിലേക്ക് വരാം. മിഥിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ മിഥിലയിൽ കഴിഞ്ഞ തവണയും ഉണ്ടായിരുന്ന ഏറ്റവും വലിയ NDAക്ക് തന്നെയാണ് നേട്ടമുണ്ടായിരുന്നത്. ഇത്തവണയും മിഥിലയിൽ നേട്ടമുണ്ടായിരിക്കുന്നത് ഇതാണ് മിഥില മേഖലയിൽ നേട്ടമുണ്ടായിരിക്കുന്നത് NDAക്ക് തന്നെയാണ്. കഴിഞ്ഞ തവണ 22 സീറ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് NDA 26ലേക്ക് അത് വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞ തവണ 14 സീറ്റുകൾ ഉണ്ടായിരുന്നത് 11 സീറ്റിലേക്ക് കുറഞ്ഞിരിക്കുന്നു. അവിടെ യഥാർത്ഥത്തിൽ ഈ ചെറിയ സീറ്റുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ്, കാര്യമായ ഒരു വലിയ വ്യത്യാസം എന്തായാലും മിഥിലയിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ അവിടെ NDA കഴിഞ്ഞിട്ടില്ല. അടുത്ത സീമാഞ്ചൽ മേഖലയാണ്. സീമാഞ്ചൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത മുസ്ലിം പോപ്പുലേറ്റഡ് ഏരിയ ആണ്. യഥാർത്ഥത്തിൽ RJDക്ക് വലിയ ശക്തിയുള്ള കേന്ദ്രമൊക്കെയാണ്. പക്ഷേ അവിടെയൊക്കെയാണ് പ്രധാനമായും ഒവൈസിയുടെ നേതൃത്വത്തിലുള്ള AIMIM മത്സരിച്ചത്. അവിടെ മുസ്ലിം വോട്ടർ വലിയ തോതിൽ ഒക്കെ കട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറായി ഒവൈസിയുടെ പാർട്ടിമാർ ഇത്തവണയും അങ്ങനെ തന്നെ മാറി എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ ഇത്തവണത്തെ റിസൾട്ട് ഇങ്ങനെയാണ്. NDA 29, ഇന്ത്യ സഖ്യം 6 എന്നുള്ളത്. കഴിഞ്ഞ തവണ ഇന്ത്യ സഖ്യത്തിന് 10 സീറ്റുകൾ ഉണ്ടായിരുന്നു. മറ്റവർക്ക് NDAക്ക് ഉണ്ടായിരുന്നത് 22 സീറ്റുകളാണ്. 10-22 എന്ന നിലയ്ക്ക് നിന്ന് 29-6ലേക്ക് വന്നെങ്കിൽ തീർച്ചയായും അവിടെ ഈ RJDക്ക് കിട്ടേണ്ട മുസ്ലിം വോട്ടുകൾ, അല്ലെങ്കിൽ കോൺഗ്രസിന് കിട്ടേണ്ട മുസ്ലിം വോട്ടുകൾ, ദളിത് വോട്ടുകൾ, ആ വോട്ടുകളിലൊക്കെ വലിയ തോതിൽ കട്ട് ഉണ്ടായിട്ടുണ്ട്. അതിന് 2 ഫാക്ടറാണുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് അത് അസദുദ്ദീൻ ഒവൈസിയുടെ AIM ആണ്. മറ്റൊന്ന് ചിരാഗ് പാസ്വാന്റെ പാർട്ടിയാണ്. ചിരാഗ് പാസ്വാന്റെ പാർട്ടി ലോക് ജനശക്തി പാർട്ടി LJP വന്നതോടുകൂടി LJP കഴിഞ്ഞ തവണ വേറിട്ട NDA സഖ്യത്തിൻ്റെ ഭാഗമായി കേന്ദ്രത്തിൽ മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ ബീഹാറിൽ മത്സരിച്ചത് ഒറ്റയ്ക്കാണ്. ആ ഫാക്ടർ കൂടി ഇത്തവണ NDAക്കൊപ്പം ചേർന്നു. ഈ 2 വോട്ട് കട്ടിംഗ് ഫാക്ടർ കൂടി അവിടെ ചേർന്നതോടുകൂടിയാണ് ആവണം ഈ ഫലം തന്നെയാണ് ഇത്ര വലിയ വ്യത്യാസത്തിലേക്ക് AIMIMന് കഴിഞ്ഞ തവണത്തേക്കാൾ 3 സീറ്റ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 2 സീറ്റിൽ മാത്രമാണ് അവർ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് എന്നതൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അവർക്ക് സീറ്റിന്റെ എണ്ണം കുറയുന്നു എങ്കിൽ പോലും അവർക്ക് ഈ ഫലത്തെ നിർണ്ണയിക്കാനുള്ള സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നത് വേണമോ മനസ്സിലാക്കാൻ? രേണു, അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഫലത്തെ നിശ്ചയിക്കാനുള്ള പ്രധാനപ്പെട്ട ഫാക്ടറായിരിക്കും. നമുക്ക് ഈ മുസ്ലിം ഡോമിനേറ്റഡ് മേഖല, നമ്മുടെ ഈ മാജിക് വാളിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, നമുക്ക് മുസ്ലിം ഡോമിനേറ്റഡ് ഓരോ സ്ഥലമായി അങ്ങനെ തിരിച്ചറിയാൻ കഴിയുമെന്നുള്ളതാണ്. നമുക്ക് മുസ്ലിം ഡോമിനേറ്റഡ് പ്രദേശങ്ങളിൽ എങ്ങനെയാണ് ഇത്തവണ ഫലം ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ഇതാണ് മുസ്ലിം ഡോമിനേറ്റഡ് മണ്ഡലങ്ങൾ. ഇത്രയും മണ്ഡലങ്ങളാണുള്ളത്. ഈ 53 മണ്ഡലങ്ങളിൽ ഏകദേശം 40% മേൽ മുസ്ലിം പോപ്പുലേഷനുള്ള മണ്ഡലങ്ങളാണ്. അവിടെ വിജയിച്ചിരിക്കുന്നത് 41 സ്ഥലത്തും ഇപ്പോൾ മുന്നേറി നിൽക്കുന്നത് NDA ആണ്. അപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ 14 സീറ്റുകളിലധികം സ്ഥലത്താണ് അവിടെ NDA ലീഡ് ചെയ്യുന്നത്. ഇന്ത്യ സഖ്യം കഴിഞ്ഞ തവണ 21 സ്ഥലത്ത് ലീഡ് ചെയ്തെങ്കിൽ ഇത്തവണ 10 എടുത്ത് മാത്രമാണ് ലീഡ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ളവരുടെ കാര്യം നോക്കൂ. നമുക്കറിയാം ബീഹാറിലെ 2ാം ഘട്ടം നടക്കുന്നതിന് മുൻപാണ് ഡൽഹിയിൽ വലിയൊരു ബ്ലാസ്റ്റ് ഉണ്ടാകുന്നത്. അത് ബീഹാർ ഇലക്ഷനെ സ്വാധീനിക്കുന്നു എന്ന തരത്തിലൊക്കെയുള്ള ആക്ഷേപങ്ങൾ കോൺഗ്രസിന്റെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അപ്പോൾ 2ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ NDAക്ക് അവിടെ ഒരു മുൻതൂക്കം കിട്ടുന്നു എന്ന സാഹചര്യത്തിലേക്കാണ് തീർച്ചയായും രേണുക. അതായത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണം പ്രധാനമായും ഗ്രാമപ്രദേശങ്ങളെ അടക്കമായിരുന്നു കേന്ദ്രീകരിച്ചിരുന്നത്. 121 മണ്ഡലങ്ങളിലേക്കായിരുന്നു ആദ്യഘട്ടത്തിൽ ജനവിധി തേടിയത്. അവിടെയായിരുന്നു ഒരുപക്ഷെ ഏറ്റവും മഹാരഥന്മാരായിട്ടുള്ള അല്ലെങ്കിൽ തേജസ്വി യാദവിനെ പോലെയുള്ളവരൊക്കെ ജനവിധി തേടിയത്. ആര് ബീഹാറിനെ അധികാരത്തിലെത്തിക്കുമെന്ന് നിർണ്ണയിക്കുന്ന പ്രമുഖ നേതാക്കളെല്ലാം. പക്ഷേ 2ാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അത് അതിർത്തി ഗ്രാമങ്ങളെ അടക്കമാണ് ഫോക്കസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യസുരക്ഷയെ പോലെയുള്ള വിഷയങ്ങൾ ചർച്ചയായി വന്ന പശ്ചാത്തലമുണ്ടാകുന്നു. പലായനം ചർച്ചയായ വിഷയമുണ്ടാകുന്നു. ഏറ്റവും കൂടുതൽ
ഫലം പ്രതീക്ഷിച്ചിരുന്ന ഇടം കൂടിയാണ്. രണ്ടാം ഘട്ടം. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ടത് കിരൺ ഇവിടെ ജാതി സമവാക്യങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം BJP-യെയും JDU-വിനെയും NDA-യെയും സംബന്ധിച്ചിടത്തോളം അവിടെ യാദവ വോട്ടുകൾ പോലും RJD-ക്ക് നഷ്ടമാകുന്നു എന്ന സംശയമാണ് ഉണ്ടാകുന്നത്. പലപ്പോഴും പൊതുവെ വിലയിരുത്തപ്പെടുന്നത് മുന്നോക്ക വിഭാഗത്തിൽ കൃത്യമായ സ്വാധീനം NDA-ക്കുണ്ട്. ഏറ്റവും പിന്നോക്കം, അതായത് എക്സ്ട്രീംലി ബാക്ക്വേർഡ് എന്ന് പറയാവുന്ന അതിപിന്നോക്കം എന്ന് വിശേഷിപ്പിക്കാവുന്ന വിഭാഗങ്ങൾക്ക് ഇടയിലും NDA-ക്ക് സ്വാധീനമുണ്ട്. അതേസമയം OBC എന്ന് പറയുന്ന കാറ്റഗറി, ആ OBC കാറ്റഗറിയാണ് NDA-യുടെ അകന്നു നിൽക്കുന്നത്. അവിടെയാണ് RJD-ക്ക് വേരുറപ്പുള്ളത്, അവിടെയാണ് കോൺഗ്രസിന് കടന്നു കയറാൻ സാധിക്കുമായിരുന്നത്. പക്ഷേ ആ മേഖലകളിൽ അടക്കം ഇപ്പോൾ NDA മേൽക്കൈ നേടിയോ എന്നതാണ് നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയേണ്ടത്.